ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്താനാണ് വന്നത്. അതിനായിട്ട് നമ്മൾ നെറ്റിൻ്റെ ആവശ്യമില്ല. ഓഫ്ലൈനായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് VN എന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. VN എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ താഴെയായിട്ട് കാണാം VN വീഡിയോ എഡിറ്റർ ആൻഡ് മേക്കർ എന്നുള്ളൊരു ആപ്പാണ് ഇവിടെ, അതിൻ്റെ പേരായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്ഡേറ്റ് എന്നാണ് കിടക്കുന്നത്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് നേരെ ആപ്പിലേക്ക് കയറാം. ഞാൻ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് പ്ലസ് ബട്ടൺ കാണാം, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഒരു വലിയ ബ്ലൂ കളർ ബ്രാക്കറ്റ് കണ്ടില്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി കാണാം. വീഡിയോ ബേസ്ഡ് ആണ്, അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മുടെ ഗാലറിയിൽ എല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ, അതായത് വീഡിയോ ആണോ നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. അല്ല ഫോട്ടോസാണ് നമുക്ക് വീഡിയോ പോലെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഞാനിവിടെ ഫോട്ടോസാണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫോട്ടോസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ താഴെയായിട്ട് കാണാം, അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ എഡിറ്റിംഗ് പോർഷനിലേക്ക് വന്നിട്ടുണ്ട്, സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏറ്റവും ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലായിട്ട് പിപ്പ് ട്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. പിപ്പ് ട്രാക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തുമ്പനയിൽ റെഡിയാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. അതായത് നമുക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് തുമ്പനയിൽ അത്യാവശ്യമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് പിപ്പ് ട്രാക്ക് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പിക്ക് നമ്മുടെ എന്താ പറയുക വീഡിയോയുടെ മേലായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഈ സൈഡിലങ്ങ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമ്മൾ പിപ്പ് ട്രാക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്ന ഈ പിക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പിപ്പ് ട്രാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നീങ്ങിയിട്ടായിരിക്കും ആ തുമ്പനയിൽ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക, അടുത്തതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഏറ്റവും മേലായിട്ട് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയായിട്ടാണ് നമുക്ക് കിട്ടുക. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. മേലായിട്ട് സെറ്റ് ചെയ്യണം. അതായത് ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്തു, അതിനുശേഷം അത് ഇവിടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീഡിയോ അങ്ങനെ കിട്ടത്തില്ല, അതായത് തുമ്പനയിൽ അങ്ങനെ കിട്ടത്തില്ല. ഇങ്ങനെ മേലേക്കായിട്ട് വെക്കണം, നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മേലേക്ക് കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും. എത്ര ഫോട്ടോസ് നമുക്ക് അങ്ങനെ ചെയ്യണോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറി വന്നൊരു 4 or 5 ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അതും കൂടി ഒന്ന് ഓർത്തോളണം. അതിനുശേഷം നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്, ബ്ലറാക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ബ്ലറാക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അതിൽ ഇവിടെ താഴെയായിട്ട് ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ ഫേസ് ആണോ ഏത് ഭാഗത്താണോ നമുക്ക് ബ്ലറാക്കണ്ടേന്നുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏത് രീതിക്ക് ബ്ലറാക്കണം എന്നുള്ളതും കൂടി ഇവിടെ ഉണ്ട്. ബേസിക് ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, അങ്ങനെ റേഡിയോ ആക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ബ്ലർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ബോർഡർ ഉണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു എന്താ പറയുക അത് തന്നെ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ വേണ്ട, അത്ര തന്നെ. പിന്നെ നമുക്ക് ഈ കാണുന്ന വീഡിയോസിൽ ഏതെങ്കിലും നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏത് ഫോട്ടോയാണോ വേണ്ടാത്ത അതിൽ ജസ്റ്റ് ഒന്ന്
ജസ്റ്റ് ഒന്ന് ഈ ഒരു പോർഷൻ നമ്മൾ ഇമ്പോർട്ട് ടൈറ്റിൽ എന്നുള്ളൊരു പോർഷൻ നമ്മൾ എന്തായാലും അത് ഡിലീറ്റ് ചെയ്തേ പറ്റൂ കേട്ടോ. വീഡിയോയിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്നുകൂടെ 2 തവണ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പോയിട്ടോ. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ക്രിയേറ്റിവിറ്റി അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, മ്യൂസിക് ഉണ്ട്, ടൈറ്റിലുണ്ട്, ഇനിയും പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 5 ഓപ്ഷൻ താഴെ നമുക്ക് കിടക്കുന്നുണ്ട്, നിരത്തി കിടക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, യോ വോയിസ് ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിക് എന്നുള്ള ഓപ്ഷനിൽ വ്ളോഗായിട്ട് ചെയ്യണവർക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മ്യൂസിക് കിട്ടും. ഇനി ഫേവറേറ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചാൽ അതും ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഞാനൊന്നും ഫേവറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടില്ല. മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ഫ്രം വീഡിയോ, നമ്മുടെ വീഡിയോസിൽ ഗാലറിയിലുള്ള വീഡിയോസിൽ ഏതെങ്കിലും മ്യൂസിക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഒരു വീഡിയോ ഉള്ള ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് ഇവിടെ സേവ് ആയിട്ട് കിടക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫയൽ ആപ്പ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്പാണ് VN എന്നുള്ളത്. അതിനുശേഷം മ്യൂസിക് എന്നുള്ളിടത്ത് ഓപ്ഷൻ എഫക്റ്റ് റെക്കോർഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിലീറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏരോ കണ്ടില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കണ്ടില്ലേ അവിടെയും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്താണ് ട്രിം ഉണ്ട്. ട്രിം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലെങ്ത്ത് ഈ ഒരു ഫോട്ടോസിന് വേണ്ട, ഈ ഒരു ഫോട്ടോന് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇനി കൂടുതൽ ഇച്ചിരി കൂടി ലെങ്ത്തിൽ ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെന്താണ് കട്ടൗട്ട് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്, റൊട്ടേറ്റ് ഉണ്ട്, മിററുണ്ട്, ഫ്ലിപ്പുണ്ട്, ഫില്ലുണ്ട്, അങ്ങനെ ബോർഡർ, സൂം ഉണ്ട്, മാഗ്നിഫിയർ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ നമുക്ക് ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ T എന്ന് കിടക്കണ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് SRT ഫയൽസ് പോലെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ. നമ്മുടെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ആ ഒരു ടൈറ്റിൽ എവിടെയാണോ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കാനായിട്ട് പറ്റും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ എല്ലാ വീഡിയോസും എഡിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും മേലായിട്ട് ഒരു ഏറോ മാർക്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെയും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡായി കിട്ടും. ഒരു 10 സെക്കൻഡ് ഓൾസോ നമുക്ക് സംതിങ് വേണം തോന്നുന്നു. പിന്നെ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കപ്പോ സ്ക്രീൻ ലോക്കോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.